ജയ് ജനസേവ ഫൗണ്ടേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റി രൂപീകരണവും ഗാന്ധിഭവൻ മേഴ്സി ഹോമിൽ അന്നദാനവും സംഘടിപ്പിച്ചു. വാളകം ഗാന്ധിഭവൻ മേഴ്സി ഹോമിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജയ് ജനസേവ ഫൗണ്ടേഷൻ ചെയർമാൻ മേലാരിയോട് ഉണ്ണി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ബീന വിൻസെന്റ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച യോഗത്തിൽ ശ്രീമതി ബീന മന്ന സ്വാഗതം ആശംസിച്ചു. വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റെജി, ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീമതി കെ അജിത, ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീമതി ബിന്ദു പ്രകാശ്, സംഘടനാ സംസ്ഥാന സെക്രട്ടറി ഇരുമ്പിൽ രാജൻ, ജയ് ജനസേവ ഫൗണ്ടേഷൻ കൊല്ലം ജില്ലാ ട്രഷറർ ബിനു മാത്യു എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ പത്തനാപുരം ഗാന്ധിഭവൻ സിഇഒ ശ്രീ വിൻസെന്റ് ഡാനിയലിനെ ആദരിച്ചു. ജീവകാരുണ്യ പ്രവർത്തകരായ ബീന മന്ന, രഞ്ജിത സുനിൽ, അലക്സ് മാമ്പുഴ, സുകുമാരൻ, ബിനു മാത്യു എന്നിവരെ മെമന്റോ നൽകി ആദരിച്ചു. ജയ് ജനസേവ ഫൗണ്ടേഷൻ കൊല്ലം ജില്ലാ പ്രസിഡന്റായി അലക്സ് മാമ്പുഴയെ തിരഞ്ഞെടുത്തു. ജില്ലാ സെക്രട്ടറിയായി ബീന മന്ന, ട്രഷററായി ബിനു മാത്യു എന്നിവരെയും തെരഞ്ഞെടുത്തു. തുടർന്ന് ഗാന്ധിഭവൻ മേഴ്സി ഹോമിലെ അംഗങ്ങൾക്ക് അന്നദാനവും സംഘടിപ്പിച്ചു. മലബാർ മീഡിയ ന്യൂസിന് വേണ്ടി ധന്യമോൾ, കൊച്ചിയിൽ നിന്നും. അവിടെ ഉയർച്ച ഉണ്ടാവില്ല. ഇവിടെ ബീന പറഞ്ഞപ്പോൾ ഒരു വാക്ക് ഞാൻ ശ്രദ്ധിച്ചു. യഥാർത്ഥത്തിൽ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും മറ്റുള്ളവരുടെ വേദനയിൽ കൂടെ നിൽക്കുന്നവരും ഒക്കെ ആരാണ് എന്നുള്ളത് ആ വേദന നന്നായി മനസ്സിലായവർക്ക് മാത്രം. വിശപ്പ് നമ്മളിവിടെ സ്ഥിരം കാണുന്ന ഒരു കാര്യമാണ്, നമ്മൾ ആഹാരം കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ആഹാരം കൊടുക്കുന്നവർ ആ ആഹാരത്തിന്റെ വില അറിയാവുന്നവരാണ്, വിശപ്പ് എന്താണെന്ന് അറിഞ്ഞവരാണ്. അവർക്ക് ആ വികാരത്തെ കുറിച്ച് കൂടുതൽ അറിയുവാൻ സാധിക്കും. അത്തരത്തിൽ ഏത് വേദന കൂടുതൽ അനുഭവിച്ചുവോ ആ വേദന മറ്റുള്ളവർക്ക് ഉണ്ടാകുമ്പോൾ ആ വേദനയെ ദൂരെ അകറ്റി നിർത്തുവാൻ ആര് ശ്രമിക്കുന്നുവോ അവർക്ക് ആ വേദന ഉണ്ടായിട്ടുള്ളവർ അനുഭവത്തിൽ നിന്നാണ് അത്തരത്തിൽ വരുന്നത്. നമ്മൾ ഈ നാളുകളിൽ ഭവനം ഇല്ലാത്ത നിരവധി പേർക്ക് ഈ പ്രദേശത്ത് ഭവനങ്ങൾ വെച്ചു. ഏറ്റവും കൂടുതൽ ശ്രീ അലക്സ് മാമ്പുഴ അദ്ദേഹത്തിന്റെ വസ്തുവിൽ തന്നെ ഒരു വീട് ഇല്ലാത്തവർ, അന്തിമുണ്ടാൻ വീടില്ലാത്തവരുടെ വേദന അനുഭവിച്ചവർക്ക് അത് മനസ്സിലാകും. വസ്ത്രമില്ലാതെ മാനസികമായി വേദനിച്ചവർക്ക് മാത്രമേ മറ്റൊരാളുടെ വസ്ത്രം ഇല്ലായ്മയെ കുറിച്ച് പറയുവാൻ സാധിക്കൂ. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ നമ്മൾ പിന്നിൽ നിന്ന് പിടിക്കുവാൻ നമ്മെ വിമർശിക്കുന്നുണ്ടാണ്. നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നവർ അത് ചിലപ്പോൾ തിരിച്ചു തന്നൊന്നും വരില്ല. നമ്മളൊക്കെ ഈ നാളുകളിൽ ഒട്ടനവധി പേരെ സ്നേഹിച്ചിട്ടുണ്ട്. എന്നാൽ ആ സ്നേഹം നമ്മൾ നൽകിയവരിൽ നിന്ന് തിരിച്ച് നാം പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ നമ്മുടെ വക്കീൽ പറഞ്ഞതുപോലെ പലരുടെയും ഹൃദയങ്ങളിൽ ജീവിക്കുവാൻ നമ്മുടെ സമൂഹം നമ്മളെ കുറിച്ച് ഓർക്കുമ്പോൾ